ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ മക്കളെ കാണാനും മക്കളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ പറ്റുമോ എന്നറിയാനും ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാനും ഒക്കെ വേണ്ടിയിട്ട് ശിവേട്ടനും രാജീവനും കൂടി നമ്മുടെ മനുവിനെയും വെല്ലുവിളിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. നമ്മുടെ പിള്ളേരാ ജയിലിൽ കിടക്കുന്നത്, നമുക്കങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞു രണ്ടുപേരും കൂടെ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പം മക്കൾ ബർമുടയാക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന കാഴ്ച കണ്ടത്. അവരെ കണ്ടപ്പോഴത്തേക്കും കുറച്ചുകൂടി വിനയമായിട്ടിങ്ങനെ കൂടി നിൽക്കുക ഹരി. രോഹിത് ആണെന്നുണ്ടെങ്കിൽ വലിയ മൈൻഡും കാര്യങ്ങളൊന്നുമില്ല, മൊത്തത്തിൽ അടിമുടി തകർന്നിരിക്കുകയാണല്ലോ. ഇപ്പോഴും ഈ മെമ്മറിയിൽ കിടന്ന് അലീന പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ മുരളിക്കൊണ്ടിരിക്കുക. നീ ഹരിയോട് കൂട്ടുകൂടരുത്, ഹരിയുടെ കൂടെ നീ കൂട്ടുകൂടിയാൽ അവൻ നിന്നെ ജയിലിൽ കയറ്റുമെന്ന് അലീന ഒന്ന് മാന്യമായി എന്നോട് പറഞ്ഞു കൊടുത്തതാണ്. ആ കാര്യമെല്ലാം ആലോചിച്ച് നമ്മുടെ രോഹിത് മോൻ ഇങ്ങനെ അവിടെ നിൽക്കുന്നു. മറ്റവനാണെങ്കിൽ ഇങ്ങനെ വളഞ്ഞും ചെരിഞ്ഞും പൊളഞ്ഞും ഒക്കെ നോക്കുവാണ്, എന്താ എന്നാ ചെയ്യാൻ പോണേ എന്നൊക്കെ ഉള്ളത്. അങ്ങനെ ഇവർ ചെന്ന് അവിടുത്തെ ഒരു പോലീസുകാരനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ വന്നതെന്ന് ചോദിച്ചു. ഞങ്ങൾ അകത്ത് കിടക്കുന്ന ഹരിയുടെ രോഹിത്തിൻ്റെയും ആൾക്കാരാ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുമ്പോൾ അകത്ത് CI സാറുണ്ട്, അങ്ങോട്ട് ചെന്നോളാൻ പറഞ്ഞു. അങ്ങനെ പോലീസുകാർ CIയുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. ഇവരകത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും CIയുടെ ഇരിക്കുക. ആരാന്ന് ചോദിച്ചു. സാർ, എൻ്റെ പേര് ശിവദാസൻ, ഇത് രോഹിത് എൻ്റെ ബ്രദറാ എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ മനസ്സിലായി. അല്ല, നിങ്ങൾ എന്തിനാ വന്നതെന്ന് ചോദിച്ചു. ഞങ്ങൾ അകത്ത് കിടക്കുന്ന രോഹിത്തിൻ്റെയും അതുപോലെ ഹരിയുടെയും റിലേറ്റീവ്സാണ്, ഹരി എൻ്റെ മോനാ എന്നൊക്കെ പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഹോ ഇവന്മാരെ അന്വേഷിച്ച് ആരും വന്നില്ലല്ലോ എന്ന് ഞാൻ ആലോചിച്ചതേ ഉള്ളൂ. എന്തായാലും വരേണ്ടവർ തന്നെ വന്നു. അല്ല, എന്താണാവോ വരവിൻ്റെ ഉദ്ദേശം? മക്കളെ കണ്ണറേ കണ്ടില്ലേ, ഇടിച്ച് പഞ്ചറാക്കി ഇട്ടിരിക്കുക, കണ്ടില്ലേ എന്ന് ചോദിച്ചു. കണ്ടു എന്ന് പറഞ്ഞു. സാർ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടി വന്നതാന്ന് പറഞ്ഞു. നിങ്ങളൊന്നും ചെയ്യേണ്ടതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ബാക്കി ഇനി കോടതിയിൽ നിന്നും ചെയ്തോളും, അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് CI ഇങ്ങനെ ഇവരെ പരിഹസിച്ച് സംസാരിക്കുക. സാർ, ഞങ്ങൾ അതല്ല ഉദ്ദേശിച്ചത്. പിന്നെ എന്താണാവോ ഉദ്ദേശിച്ചത്? അത് പിന്നെ ഞങ്ങൾ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, അവരെ പുറത്തിറക്കാനായിട്ട് ജാമ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയാൻ തന്നെ ഒരു ഇതാണ്. പക്ഷേ ഇവർ പറയാതിരിക്കാനും പറ്റാത്തതുകൊണ്ട് ഇവരിങ്ങനെ പപ്പ അടിച്ച് പറയുക. നടക്കുകയല്ല എന്ന് പറഞ്ഞു CI. അവന്മാരുടെ കയ്യിലിരിപ്പിന് അവന്മാർക്ക് ഇതൊന്നും കിട്ടിയാൽ പോരാ. അവന്മാരെ അങ്ങനെ പുഷ്പം പോലെ ഇവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് പോകുമെന്ന് താനൊന്നും വിചാരിക്കേണ്ട. അവനൊക്കെ ചെയ്ത പ്രവൃത്തി എന്താണെന്ന് അറിയില്ലേന്ന് ചോദിച്ചു. സാർ, ആർക്കാണെങ്കിലും ഒരു കയ്യബദ്ധമൊക്കെ പറ്റത്തില്ലേ? അങ്ങനെയാണെന്നെങ്കിലും കരുതിക്കൂടെ സാർ എന്ന് ചോദിച്ചുകൊണ്ട് ഈ ശിവൻ, കയ്യബദ്ധം? ഇതാണോടോ കയ്യബദ്ധം? ഇതിനു മുൻപും ബാലചന്ദ്രൻ്റെ വീട്ടിൽ നിൽക്കുന്ന സർവൻറ്റിൻ്റെ നേരെ ഇവന്മാരുടെ ഉപദ്രവം ഉണ്ടായിട്ടില്ലടോ? അത് കയ്യബദ്ധമായിരുന്നോടോ? അതും കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിൽ മയക്കുപൊടി കലർത്തി അവരെ അവശരാക്കി ഉള്ള പരിപാടി. ഇതാണോടോ കയ്യബദ്ധം എന്നും ചോദിച്ചുകൊണ്ടിങ്ങനെ CI എടുത്തിട്ട് കുടഞ്ഞു രണ്ടുപേരെയും. വക്കാലത്തുമായിട്ട് വന്നിരിക്കുന്നു. താനൊക്കെ ഒരു അച്ഛനാടോ? ആണോടോ? തനിക്കൊക്കെ നാണമുണ്ടോടോ? മക്കളെ വളർത്തി ഇമാതിരി പടച്ചു വിട്ടിട്ട് താൻ വലിയ ന്യായം പറയാൻ വന്നിരിക്കുന്നു. എന്തായാലും ഇവിടെ നിന്ന് ഒരു കാര്യവും നടക്കില്ല. നാളെ കോടതിയിൽ ഇവന്മാരെ ഹാജരാക്കും. എന്താന്ന് വെച്ചാൽ ജാമ്യം എടുക്കുമോ, എന്ത് വേണമെങ്കിലും നിങ്ങൾക്കാകാം, അതിലൊന്നും ഞങ്ങൾക്കൊരു പരാതിയില്ല. പക്ഷേ ഇവിടെ നിന്ന് അത് നടക്കത്തില്ല എന്ന് അയാൾ കട്ടായം പറഞ്ഞു. സാർ, പ്ലീസ് സാർ എന്ന് പറഞ്ഞ് രാജീവൻ നിൽക്കുമ്പോൾ ഇറങ്ങി പോകാൻ പറഞ്ഞു. ഇനി അവന്മാർക്ക് വേണ്ടി ഇവിടെ നിന്ന് വാദിക്കരുത്. ഇവിടെ ഒന്നും നടക്കത്തില്ല, നടക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അവന്മാരെ അങ്ങനെ ഞാൻ വിട്ടു തരുമെന്ന് വിചാരിക്കുകയും വേണ്ടാന്നും പറഞ്ഞു. അങ്ങനെ ഇവരോട് CI സാറിൻ്റെ വെല്ലുവിളി. അങ്ങനെ CI സാറ് ഇവന്മാരെ അടിച്ച് പുറത്താക്കുകയും ചെയ്തു. മല പോലെ വന്ന രാജീവനും ശിവനും എലി പോലെ ഇറങ്ങി പോകേണ്ടി വന്നു. പോകുന്നതിന് മുന്നേ ഞങ്ങൾ അവരെയും കണ്ട് സംസാരിച്ചോട്ടെ എന്നിങ്ങനെ ചോദിക്കുമ്പം അതെന്തുവെന്ന് വെച്ചാൽ ആയിക്കൊള്ളാനും പറഞ്ഞു CI. അങ്ങനെ ഇവർ രണ്ടുപേരും സെല്ലിൻ്റെ അങ്ങോട്ട് ചെല്ലുക. ഇവർ രണ്ടുപേരും സെല്ലിൻ്റെ അങ്ങോട്ടേക്ക് ചെന്നപ്പോഴത്തേക്കും ഇങ്ങനെ തകർന്ന് തരിപ്പണമായി തലയും കുമ്പിട്ട് ഇങ്ങനെ കിടപ്പുണ്ട് അവിടെ മക്കൾ. അപ്പോൾ ഇവരെ കണ്ടപ്പോഴത്തേക്കും ചാടി എഴുന്നേറ്റു. എന്തോ നാടാ നീയൊക്കെ ഒപ്പിച്ച് വെച്ചിരിക്കുന്നേ, നിനക്കൊന്നും എന്നെ തലയ്ക്ക് താള് താമസം ഇല്ലേടാ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ രാജീവൻ ചോദിക്കുവാണ്. രാജീവൻ അത് ചോദിച്ചപ്പം, അങ്കിളെ അത് ഒരു അബദ്ധം പറ്റിപ്പോയതോ? അബദ്ധമോ? താണോടാ അബദ്ധം? നിന്നോടൊക്കെ പണ്ടേ പറഞ്ഞിട്ടുള്ളതാ, നീയൊക്കെ അനുഭവിച്ചോ. ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ CI അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. നീയൊക്കെ അനുഭവിച്ച് തന്നെ തീരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവർ രണ്ടുപേരും കൂടി എന്നിട്ട് പോവുകയും ചെയ്തു. രോഹിത്തേ എന്നും പറഞ്ഞിങ്ങനെ വിളിച്ചിട്ടാ പോകുന്ന. രോഹിത് എന്നൊരുവരിങ്ങനെ ദയനീയമായിട്ട് നോക്കുക. അവരങ്ങ് പോയിട്ടോ. അവർ നേരെ പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ്. അപ്പോൾ ഇവർ ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, ഹരിയും അതുപോലെ രോഹിത്തും. ഇനിയൊന്നും നടക്കില്ല എന്നുള്ളത് കൃത്യമായി മക്കൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ CI എന്നിട്ട് അവിടെയുള്ള പോലീസുകാരനെ ഒരാളെ വിളിച്ചിട്ട്, ഇനി ഇവന്മാർക്ക് വേണ്ടി ആര് ഈ പടി കടന്നു വന്നാലും ഓരോരുത്തന്മാരെയും എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടേക്കരുത് എന്ന് പറയാം. അങ്ങനെ അതും പറഞ്ഞ്
CI അവിടെ അങ്ങനെ ഇരിക്കുന്നു. പോലീസുകാരനെങ്കിൽ ഇറങ്ങി പോരുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ പുറത്തിറങ്ങിയിട്ട് ഇനിയിപ്പോൾ നമ്മൾ എന്നാ ചെയ്യും ശിവേട്ടാന്ന് ചോദിച്ചു. എന്നാ ചെയ്യാനാ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അനുഭവിക്കുക അല്ലാതെ മറ്റൊരു നിവർത്തിയില്ല. അതുപോലത്തെ കാടത്തരമല്ലേ ഇവന്മാർ കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ഇവർ എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക. പക്ഷേ ഒരാൾ വിചാരിച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണേന്ന് ഇങ്ങനെ പറയാം. അന്നേരം രാജീവൻ എന്താ നീ പറയണേന്ന് ചോദിച്ചു. അലീനെ വിചാരിച്ചാൽ എന്തെങ്കിലും നടക്കുമായിരിക്കുമോ? ഒരുപക്ഷെ അലീനെ സംസാരിച്ചാൽ ഇവന്മാർ വെറുതെ വിടാനോ അല്ലെങ്കിൽ ജാമ്യം കിട്ടാനുള്ള വകുപ്പെങ്കിലും ഉണ്ടെങ്കിലോ. പക്ഷേ അലീനോട് നമ്മളിതങ്ങനെ പറയുമോ എന്നൊക്കെ ഇങ്ങനെ നേരം ചോദിച്ചു ശിവൻ. എന്തായാലും ആവശ്യം നമ്മുടെ ആയി പോയില്ലേ, ചോദിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് ചോദിച്ചാലോ. എന്തായാലും നമുക്ക് ആദ്യം ഹോസ്പിറ്റലിൽ പോകാം, അവിടെ ചെന്ന് ബാലനെയും അതുപോലെ വൈജയും കാണാം. അവരോട് സംസാരിച്ചതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കാമെന്നും ശിവൻ ഇങ്ങനെ രാജീവനോട് പറഞ്ഞു. ശരി ആയിക്കോട്ടെ എന്നും പറഞ്ഞ് ഇവർ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാം. ആദ്യം പോകുന്നത് നമ്മുടെ ബാലനെ കാണാനാണ്. ബാലനെ കാണാനായിട്ട് ഇവർ രണ്ടുപേരും കൂടെ ചെന്നു. ആ ശിവേട്ടാ, നിങ്ങളെപ്പോൾ എത്തിയെന്ന് ചോദിച്ചു. ഞാൻ ഇന്നലെ വന്നതാ ബാല, രാജീവൻ ഇന്ന് രാവിലെ. വിവരങ്ങളൊക്കെ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. വിവരങ്ങളൊക്കെ അറിഞ്ഞു, ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു. ആ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയോ? അവിടെ ചെന്നിട്ട് എന്താ പോലീസുകാർ പറഞ്ഞേ? ജാമ്യത്തിൻ്റെ കാര്യം വല്ലതും? ഒന്നും നടക്കില്ല ബാല, ജാമ്യമൊന്നും കിട്ടത്തില്ല, കോടതിയിൽ നിന്ന് വേണമെങ്കിൽ ജാമ്യം എടുത്തോളാൻ ആ പോലീസുകാരൻ പറഞ്ഞതെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ എന്നാ ചെയ്യുമെന്നൊക്കെ നേരത്തേക്കും രാജീവനും ശിവനും കൂടെ ബാലനോട് ചോദിക്കുക. എന്നാ ചെയ്യാനാ, മക്കൾ ചെയ്തു വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് കണ്ടില്ലേ, എന്തൊക്കെയാണെന്ന് അറിഞ്ഞില്ലേ? ആരാ ഇതൊക്കെ ശ്രമിക്കുക ശിവേട്ടാ? അവന്മാരെ ജയിലിൽ കിടക്കട്ടെ, അതാ വേണ്ടത്. നമ്മൾ അവരെ പഠിപ്പിക്കാൻ വിട്ടത് കോളേജിലേക്കല്ലേ, പക്ഷെ അവന്മാർക്ക് അതൊന്നും അല്ലായിരുന്നു വേണ്ടത്. അവന്മാർക്ക് വേണ്ടുന്നത് തപ്പി അവന്മാർ പോയി. അനുഭവിക്കട്ടേന്നേ, ജയിലിൽ തന്നെ കിടക്കട്ടെ, എങ്കിലേ നമ്മുടെ മക്കൾ പഠിക്കൂ. എന്താണ് ജീവിതമെന്ന് അവനൊക്കെ പഠിക്കണമെങ്കിലേ ഇങ്ങനെ ഒരു വഴി തന്നെ വേണം. എന്നാലും നമ്മുടെ മക്കളല്ലേ, നമുക്ക് കളയാൻ പറ്റുമോ ബാലാന്ന് ചോദിക്കുമ്പോൾ, കളയണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ഇതുപോലുള്ളവൻ്റെയൊക്കെ അച്ഛനായി പോയല്ലോ എന്നോർത്ത് ഞാനിപ്പോൾ സ്വയം ഉരുകുകയാണെന്നും പറഞ്ഞു ബാലൻ. അപ്പോൾ വീട്ടിലെ പ്രശ്നങ്ങൾക്കിടയിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാണെന്ന് പറയുമ്പോൾ, പ്രശ്നങ്ങൾ മുഴുവൻ എൻ്റെ വീട്ടിലായിരുന്നില്ലേ, നിങ്ങളുടെ വീട്ടിലെന്തായിരുന്നു പ്രശ്നം? ഹരിക്ക് എന്തിൻ്റെ പ്രശ്നം ഉണ്ടായിട്ടാ അവൻ ഇതുപോലൊക്കെ ചെയ്യാനായിട്ട് നിന്നതെന്നൊക്കെ നേരം ചോദിക്കണു. എന്താ സംഭവിച്ചതൊന്നും, നേരത്തെ ഇവർക്ക് ഇങ്ങനൊരു ബുദ്ധി തോന്നിയതൊന്നും നമുക്കറിയില്ലല്ലോ എന്ന് പറയുമ്പം, അറിയില്ല, അതുകൊണ്ട് ബുദ്ധിയുള്ളവന്മാർ ജയിലിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞു. എന്നെ എന്തായാലും ഇതിനൊന്നിനും പ്രതീക്ഷിക്കേണ്ട എന്നും പറയുവാണ്. അല്ല അലീനെ വിചാരിച്ചാൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കുമോ? അലീനെ വിചാരിക്കാനോ? അവളോടിത് പറയാൻ നാണാവില്ലേ എന്ന് ചോദിച്ചു. ഇവനൊക്കെ ആ പെൺകുട്ടിയോട് ചെയ്ത ദ്രോഹത്തിന് അത് നമ്മൾക്ക് മുന്നിൽ മാത്രം അത് ഒതുക്കി തീർത്തതിന് അത് അനുഭവിച്ചത് എന്തെല്ലാമാണെന്ന് നിങ്ങൾ കണ്ടില്ലേ? പത്രത്തിൽ അവളെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നെന്നാണല്ലോ കേട്ടത്. അത് നിങ്ങൾ അറിഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചു. ഞങ്ങളെല്ലാം അറിഞ്ഞു, എല്ലാം അറിഞ്ഞിട്ട് തന്നെ ഞങ്ങളിങ്ങനെ നിൽക്കുന്നത്. പിന്നെ എങ്ങനെ അവളോട് ചോദിക്കാൻ തോന്നും? അതിനുള്ള മനസ്സ് നിങ്ങൾക്ക് വന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലൻ ഇങ്ങനെ ശരിക്കും രണ്ടെണ്ണത്തിന് എടുത്തിട്ട് കുടഞ്ഞു. എന്തായാലും എന്തെങ്കിലും ചെയ്യണ്ടേ ബാല, ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ പെങ്ങളെ കാണാനായിട്ട് പോവാം. പെങ്ങളെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരൊറ്റ കരച്ചിലായിരുന്നു പെങ്ങള്. ഇത് കണ്ടില്ലേ ശിവേട്ടാ അതും ചോദിച്ചോണ്ട് ഒരൊറ്റ കരച്ചിൽ. നീ ഇങ്ങനെ കിടന്ന് കരഞ്ഞിട്ട് എന്താ വൈകിയ കാര്യം എന്ന് ചോദിച്ചു. ഞാൻ എന്നാ തെറ്റ് ചെയ്തിട്ടാ ഇതുപോലെയൊക്കെ ഞാൻ അനുഭവിക്കേണ്ടി വരുന്നതെന്നൊക്കെ ചോദിക്കുമ്പം, നീ തെറ്റിൻ്റെയും ശരിയുടെയും കാര്യങ്ങളൊന്നും പറയണ്ട, ഇതൊക്കെ വന്നിരിക്കുന്നത് അവനവൻ്റെ പ്രവൃത്തി ദോഷങ്ങൾ കൊണ്ട് തന്നെ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ, രാജീവൻ പറഞ്ഞപ്പോൾ, ആരുടെ പ്രവൃത്തി ദോഷം? ഞാനിത് തെറ്റാ ചെയ്തതെന്ന് ചോദിച്ചു ഈ രാജീവനോട് നമ്മുടെ വൈജ. എല്ലാവരും ഇതൊക്കെ തന്നെയാണ് വൈജയെ പറയുന്നത്. നീ മര്യാദയ്ക്ക് നിൻ്റെ വീടും മക്കളെയും നോക്കി ഭർത്താവിനെയും നോക്കി കുടുംബത്തിൽ നിന്നായിരുന്നെങ്കിലേ ഇന്ന് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നീ അപ്പോൾ വലിയ എന്തോ ആളാണെന്നും പറഞ്ഞ് എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് അവിടുന്ന് പടിയിറങ്ങിപ്പോന്നു. അതിൻ്റേതായ ഭവിഷ്യത്തുകളാണ് നിൻ്റെ കുടുംബത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ, എൻ്റെ മോനല്ല തെറ്റുകാരൻ, ഹരി അവനെ തെറ്റുകാരനാക്കിയത്, ഹരിയുടെ കൂടെ കൂട്ടുകൂടിയിട്ടാണെന്ന് പറഞ്ഞ് രോഹിത്തിനെ വെള്ള പൂശാനായിട്ട് നോക്കുകയാണ് ശിവൻ്റെയും രാജീവൻ്റെയും മുന്നിൽ വൈജ. ഈ സമയം നോക്കി നീ അമ്മാതിരി വർത്താനങ്ങൾ പറയാൻ നിൽക്കണ്ടെന്ന് രാജീവൻ അന്നേരം പറഞ്ഞു. നിൻ്റെ മകനാണെങ്കിലും ഹരിയാണെങ്കിലും രണ്ടുപേരും ഒരേ തെറ്റ് തന്നെയല്ലേ ചെയ്തിരിക്കുന്നത്, അല്ലാതെ വേറൊന്നും അല്ലല്ലോ. അതുകൊണ്ട് കൂടുതൽ നീ ആ രീതിയിലൊന്നും സംസാരിക്കേണ്ട. എന്തായാലും ഇതിനെല്ലാം ഒരു കണക്കിന് ഉത്തരവാദി നീ തന്നെയാണെന്ന് പറഞ്ഞു. ഞാനിനി തർക്കിക്കാനൊന്നുമില്ല. എങ്ങനെ ഇനി എൻ്റെ മോനെ രക്ഷിച്ചെടുക്കും? അവർക്ക് വേണ്ടി നമുക്ക് എന്നാ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടാണ് വരുന്നത്, അവിടെ ഒരു കാര്യവും നടക്കില്ല വിജയ് എന്ന് പറഞ്ഞു. പിന്നെ ഇനി ആകെയുള്ളൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് ആ പെൺകുട്ടി കേസ് പിൻവലിക്കുക എന്നുള്ളതാണ്. ആ പെൺകുട്ടി കേസ് പിൻവലിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ആരെങ്കിലും ഇടപെടണം. അങ്ങനെ ആരെങ്കിലും ഇടപെടാനുണ്ടോ ഇനി?
ആരാ ആ പെങ്കൊച്ചിനോട് പറയാൻ പോകുന്നത്? അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു വഴി നോക്ക്, എങ്ങനെയെങ്കിലും പിള്ളേരെ ഒന്ന് പുറത്തിറക്കാൻ നോക്ക് എന്നും പറഞ്ഞ് വൈജ ഇങ്ങനെ കിടന്ന് ഓരോന്ന് പറയുമ്പോൾ അങ്ങനെ ആരെങ്കിലും ചെന്ന് പറഞ്ഞാലൊന്നും കാര്യങ്ങൾ നടക്കില്ല വൈജ. നിനക്ക് ഇതുവരെയായിട്ട് ഈ കേസിൻ്റെ ഗൗരവം എന്താണെന്ന് മനസ്സിലായില്ലേ? ഇപ്പോൾ ഇവിടെ ഒരാൾ വിചാരിച്ചാൽ മാത്രമേ ഈ ഒരു കാര്യത്തിന് എന്തെങ്കിലും തീരുമാനം ഉണ്ടാവുള്ളൂ. ആരാ വിചാരിക്കാൻ? ആരാന്ന് വെച്ചാൽ പോയി കാണ്. അത് വേറെ ആരുമല്ല, അലീനയാണെന്ന് പറഞ്ഞു. അലീനയാണെന്ന് കേട്ടപ്പോഴത്തേക്കും വൈജയുടെ മുഖം എന്നും പറഞ്ഞ് സൈഡിലേക്ക് കോടി. അവൾ പറഞ്ഞാൽ എങ്ങനെയാണ് കേസില്ലാണ്ടാവുന്നത്? എന്നിട്ട് ഇനി അവളുടെ ഔദാര്യം പറ്റിയെന്ന് കേൾക്കാനാണോ എന്ന് ചോദിക്കുമ്പം നിനക്ക് നിൻ്റെ മക്കൾ പുറത്തിറങ്ങണോ അതേ അലീനയുടെ ഔദാര്യത്തിൻ്റെ കണക്കും കേട്ടുകൊണ്ടിരിക്കണം, അതാണോ നിൻ്റെ ആഗ്രഹം? നിനക്ക് ഇതുവരെ അലീനയോടുള്ള കലിപ്പിന് ഒരു കുറവില്ലല്ലേ എന്ന് ചോദിച്ചു. ഞാൻ ചത്താലും അവളോടുള്ള കലി തീരില്ലെന്നും പറഞ്ഞുകൊണ്ട് വൈജ വലിയ ഡയലോഗ് ഇറക്കുക. വൈജേ, അലീനയോട് ഞങ്ങളാരും പറഞ്ഞാൽ കേൾക്കുകയല്ല, പിന്നെ പിന്നെ ആരും പറയണം? നീ ഒന്ന് പോയി അലീനയോട് സംസാരിച്ചാൽ ഒരു പക്ഷെ അലീന അതിന് തയ്യാറായേക്കും. അങ്ങനെ ചെയ്തുകൂടെ എന്ന് ചോദിക്കുമ്പം അലീനയോട് ഞാൻ പോയി കാല് പിടിക്കാനോ? ഞാൻ ചത്താലും അവളുടെ മുന്നിൽ തോൽക്കില്ല എന്ന് എന്നെ വൈജ ഇവരോട് രണ്ടുപേരോടും പറഞ്ഞു. അങ്ങനെ അവരുടെ ശുപാർശ കിട്ടിയിട്ട് എൻ്റെ മകൻ പുറത്തിറങ്ങണ്ട, എനിക്കതിൻ്റെ ആവശ്യവും ഇല്ല, അവൻ ജയിലിൽ തന്നെ കിടന്നോട്ടെ എന്ന് പറഞ്ഞു. ഇത്രയൊക്കെയായിട്ട് നിൻ്റെ അഹങ്കാരത്തിനൊരു കുറവില്ലല്ലോ വൈജയെന്ന് രാജീവൻ അന്നേരം ചോദിച്ചു. അവളുടെ ഔദാര്യത്തിന് വേണ്ടി കാത്തു നിൽക്കാൻ വൈജയന്തിനെ കിട്ടില്ല, വൈജയന്തി വേറെ ആൾ ജനിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ്. എന്നാൽ നീ വേറെ ജനിച്ചിട്ട് വാ, അപ്പം നിൻ്റെ മോനെ പുറത്തിറക്കാം. മര്യാദയുടെ ഭാഷയിൽ നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നീ അലീനയോട് കാണിക്കുന്ന ഈ വൈരാഗ്യവും ഈ ദേഷ്യവും നിൻ്റെ നാശത്തിനാണെന്ന് നീ ഓർത്തോളാൻ പറഞ്ഞു വൈജയുടെ ആങ്ങളമാർ. അതിൻ്റെ പേരിൽ വരുന്ന നാശമൊക്കെ ഞാൻ സഹിച്ചോളാം എന്ന് പറയുന്നത് ഇത്രയും നാശങ്ങൾ വന്നിട്ടും നിനക്ക് പഠിക്കാറായില്ല അല്ലേ? നീ സഹിക്കുന്നുണ്ടല്ലോ അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവർ വൈജയെ ശരിക്കും നാരണം പറഞ്ഞിട്ട് അവരിറങ്ങിപ്പോന്നു. വൈജ അന്നേരം അലീനയോടുള്ള കലിപ്പിൽ ഇങ്ങനെ കിടക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ നേരെ അലീനയെ പിള്ളേരെയും കാണാനായിട്ട് വീട്ടിലോട്ട് ചെന്നു. അലീനയെ കണ്ടു, അലീനയോട് വിവരങ്ങളെല്ലാം ചോദിച്ചു. അതുപോലെ തന്നെ പത്രത്തിൽ വന്ന വാർത്തയെപ്പറ്റിയൊക്കെ അലീനയോട് ചോദിച്ചു. അപ്പോൾ അലീനയാണെന്നുണ്ടെങ്കിൽ ആകെ സങ്കടപ്പെട്ട് നിൽക്കുവാണ്. അതുപോലെ തന്നെ അലീന പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പം നേരിടേണ്ടി വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ ഇവരോട് പറയുക. അപ്പോൾ എങ്ങനെയെങ്കിലും അവരെ പുറത്തിറക്കണമെന്നുള്ള കാര്യം അലീനയോട് പറയാതെ ഇവർ പറയുമ്പം അലീനയുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഒരു സപ്പോർട്ടും ഉണ്ടാകില്ല എന്നുള്ള കാര്യം അലീന ഇവരോട് പറഞ്ഞു. അവിടെയും അവർ കാരണം അലീന ഇത്തൻ്റെ തരത്തിന് കൂട്ടു നിൽക്കില്ല എന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ അതെല്ലാം കേട്ട് ഇവന്മാർ അവിടെ നിന്ന് പടി ഇറങ്ങുകയാണ്. എന്തായാലും വന്നതിനേക്കാളും സ്പീഡിലാണ് ഇവർ തിരിച്ചു പോകുന്നത്. കാരണം വന്ന കാര്യങ്ങളൊന്നും നടന്നില്ല. പോലീസ് സ്റ്റേഷനിൽ പോയി, ബാലൻ്റെ അടുത്ത് പോയി, വൈജയുടെ അടുത്ത് പോയി, അലീനയുടെ അടുത്ത് പോയി, എല്ലാവരും ഇവരെ കൈ ഒഴിഞ്ഞു. അവന്മാരെ അനുഭവിക്കട്ടെ എന്നാണ് പോലീസുകാരാണെങ്കിലും അലീനയാണെങ്കിലും പറഞ്ഞത്, ബാലനും പറഞ്ഞത്. വൈജ മാത്രം അലീനയോടുള്ള പക കാരണം മക്കൾ രക്ഷപ്പെടണ്ട, മക്കൾ ജയിലിൽ കിടന്നോട്ടെ, അതാണ് വൈജയുടെ ഒരു പോളിസി. അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വരുന്നത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്തിട്ട് എല്ലാവരും കാണണേ. അപ്പോൾ നമ്മുടെ കഥയിലെ ഡയലോഗുകളിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായാലും സിറ്റുവേഷൻസ് എന്തായാലും ഇത് തന്നെയാണ്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് കേട്ടോ. ഇതിൽ കൂടുതൽ വിശേഷങ്ങളുമായിട്ടാണ് നമ്മുടെ കഥ വരാനിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാണുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. എല്ലാവർക്കും ടാറ്റാ, സോ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.